ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബൂമിംഗ് ബഡ്സ്. നമ്മൾ ഇന്ന് 4ാം ക്ലാസ്സിലെ മലയാളത്തിലെ ഭാഗം 2-ലെ 4ാമത്തെ പാഠമായ കളിക്കാം ചിരിക്കാം എന്നതിലെ കളിമാറാപ്പ് എന്ന കവിതയും അതിൽ വരുന്ന പ്രവർത്തനങ്ങളുമാണ് പരിചയപ്പെടുന്നത്. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ലൈക്ക് ചെയ്യാനും മാക്സിമം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പാഠത്തിലേക്ക് പോകാം. അപ്പോൾ കൂട്ടുകാരെ, ഇവിടെ നിങ്ങൾക്ക് പലതരത്തിലുള്ള കളികളുടെ ചിത്രങ്ങൾ കാണാം. എന്തൊക്കെ കളികളാണ് കാണുന്നത്? ക്രിക്കറ്റ്, കാൽപന്ത് കളി, പട്ടം പറത്തിക്കൽ, ഓല വലിച്ചു കളി, അതുപോലെ കബഡി, മണ്ണപ്പം ചുട്ടുകളി, അങ്ങനെ പലതരത്തിലുള്ള കളികളാണല്ലേ കാണുന്നത്. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെയുള്ള ഒരു കവിതയാണ് ഇനി കൂട്ടുകാർ പഠിക്കാൻ പോകുന്നത്. നമ്മുടെ നാടുകളിൽ കാണപ്പെടുന്ന പലതരത്തിലുള്ള നാടൻ കളികളുടെ പേരുകൾ അടങ്ങിയ ഒരു രസകരമായ കവിതയാണ് ഇത്. കവിതയുടെ പേര് കളിമാറാപ്പ്. ഞാനിവിടെ ഈ കവിത ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം. കൂട്ടുകാർ നല്ല ഈണത്തിലും താളത്തിലും ഇതൊന്ന് ചൊല്ലി നോക്കണേ. തക തേയ് തക തക തേയ് തക തക തേയ് തക തേയ് താരം, തക തേയ് തക തക തേയ് തക തേയ് തേയ് താരം. എവിടെ നിന്നു വരുന്നു നീ നാടോടി, നിന്റെ മാറാപ്പിൽ എന്തൊക്കെ തേയ് തേയ് താരം. മലനാടും താണ്ടി വന്നു കൂട്ടരെ ഞാൻ, എന്റെ മാറാപ്പിൽ കളികളാണ് തേയ് തേയ് താരം. തലപ്പന്ത് കുഴിപ്പന്ത് ഇട്ടൂലി പാത്തൂലി അമ്മാനക്കളികളുണ്ട് തേയ് തേയ് താരം. ഉപ്പുകളി തൊട്ടുകളി ഗോലിക്കളി ഏറുപന്ത് കണ്ണുകെട്ടി കളികളുണ്ട് തേയ് തേയ് താരം. തക തേയ് തക തക തേയ് തക തക തേയ് തക തേയ് താരം, തക തേയ് തക തക തേയ് തക തേയ് തേയ് താരം. എന്താണ് കൂട്ടുകാരെ ഈ കവിതയിൽ പറയുന്നത്? നാടോടിയായ ഒരാളോട് നിന്റെ മാറാപ്പിൽ എന്താണ് എന്ന് ചോദിക്കുകയാണല്ലേ. അപ്പോൾ അയാൾ അതിനുള്ള മറുപടിയാണ് ഈ കവിതയിൽ പറയുന്നത്. നാടോടി എന്ന് വെച്ചാൽ ആരാണ്? നാടായ നാടെല്ലാം സഞ്ചരിക്കുന്ന ആളാണ് നാടോടി. എവിടെ നിന്നാണ് നീ വരുന്നത് എന്നും നിന്റെ കയ്യിലെ മാറാപ്പിൽ എന്തൊക്കെയുണ്ട് എന്നും നാടോടിയോട് ചോദിക്കുന്നുണ്ട്. മാറാപ്പ് എന്ന് വെച്ചാൽ സാധനങ്ങളെല്ലാം ഇട്ട് സൂക്ഷിക്കാനുള്ള തുണി കൊണ്ടുള്ള ഒരു സഞ്ചിയാണ്. അപ്പോൾ ഈ നാടോടിയോട് ചോദിക്കുകയാണ്, നീ എവിടുന്നാണ് വരുന്നത്? അപ്പോൾ നാടോടി എന്താ പറഞ്ഞത്? മലനാടും താണ്ടിയാണ് കൂട്ടരെ ഞാൻ വരുന്നത്. മലനാട് എന്ന് വെച്ചാൽ മലകൾ കൂടുതലുള്ള നാട്, അതായത് മലപ്രദേശം എന്നൊക്കെ പറയും. നിന്റെ മാറാപ്പിൽ എന്തൊക്കെയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ എന്താണ് പറഞ്ഞത്? ഒരുപാട് കളികളുടെ പേരാണല്ലേ നാടോടി പറഞ്ഞത്. എന്റെ മാറാപ്പിൽ കളികളാണ്. എന്തൊക്കെ കളികളാണ്? തലപ്പന്ത്, കുഴിപ്പന്ത്, ഇട്ടൂലി, പാത്തൂലി, അമ്മാനക്കളി, ഉപ്പുകളി, തൊട്ടുകളി, ഗോലിക്കളി, ഏറുപന്ത്, കണ്ണുകെട്ടിക്കളി, അങ്ങനെ കുറേയധികം നാടൻ കളികളാണ് എന്റെ മാറാപ്പിലുള്ളത് എന്നാരാ പറഞ്ഞത്? നാടോടി പറഞ്ഞു. ഈ ഒരു കവിതയിലൂടെ കൂട്ടുകാർക്ക് പരിചയമുള്ളതും പരിചയമില്ലാത്തതുമായ നാടൻ കളികളെയാണ് പരിചയപ്പെടുത്തുന്നത്. ഇനി നമുക്കിതിലെ പ്രവർത്തനങ്ങൾ പരിചയപ്പെടാം. ആദ്യത്തെ പ്രവർത്തനം, കവിത താളമിട്ട് ചൊല്ലി അവതരിപ്പിക്കൂ. അത് കൂട്ടുകാർ ക്ലാസ്സിൽ നല്ല രീതിയിൽ ഒന്ന് അവതരിപ്പിച്ച് നോക്കണേ. അടുത്ത പ്രവർത്തനം, കളിക്കാൻ കൊതിക്കാത്തവരില്ല. കളി എല്ലാവർക്കും ഇഷ്ടമുള്ളതാകാൻ കാരണമെന്ത്? ഉത്തരം, കളി എല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒന്നാണ്. ഒരു വിനോദം എന്നതിലുപരി ശാരീരികമായ ആരോഗ്യവും കളിയിൽ കൂടി ലഭിക്കുന്നു. കൂട്ടുകാരോടൊപ്പം കളിക്കുമ്പോൾ വേദനകളും വിഷമങ്ങളും നമ്മൾ മറക്കുന്നു. കൂട്ടുകാരുമായി തമാശ പറയാനും അടുത്തിടപഴകാനുമെല്ലാം ആർക്കാണ് ഇഷ്ടമില്ലാത്തത്? കളി എന്നത് ഒരു നേരം പോക്ക് മാത്രമല്ല, സന്തോഷം ലഭിക്കുന്നതിനുള്ള വഴി കൂടിയാണ്. അതുകൊണ്ടാണ് മുതിർന്നവരും കുട്ടികളും കളിക്കാൻ ഇഷ്ടപ്പെടുന്നത്. അവസാനത്തെ പ്രവർത്തനം, പുതിയ കളികളുടെ പേരുകൾ ചേർത്ത് ഈ കവിതയുടെ താളത്തിൽ വരികൾ എഴുതൂ. ഇവിടെ മറ്റു ചില കളികളുടെ പേരുകൾ ചേർത്താണ് കവിത എഴുതിയിരിക്കുന്നത്. ഏറുപന്ത്, കാരക്കളി, കബഡി കളി, പകിടകളി, പടവെട്ട് കളിയുമുണ്ട് തേയ് തേയ് താരം. പുഞ്ചകളി, അമ്മാനക്കളി, ഒളിച്ചുകളി, കൈകുത്തിക്കളി, ചെമ്പഴുക്ക കളിയുമുണ്ട് തേയ് തേയ് താരം. ഇതുപോലുള്ള വരികൾ കൂട്ടുകാർക്ക് ഇനിയും ചേർത്ത് എഴുതാവുന്നതാണ്. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ബ്ലൂമിംഗ് ബഡ്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മാക്സിമം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വീണ്ടും നമുക്ക് 4ാം ക്ലാസ്സിലെ മറ്റു പാഠങ്ങളുമായി കാണാം. താങ്ക്